ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നടന്ന LDC എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ആദ്യത്തേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. രണ്ടാമത്തേത്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. ഇത് തെറ്റാണല്ലേ? ദെൻ 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്നറിയോ? ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ. അതായത് 2ഉം 4ഉമാണ് ബന്ധം ഇല്ലാത്തത്. ഓക്കെ. നാലാമത്തത്, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാ? റോബസ്പിയർ, ജാക്കോബിയൻ ക്ലബ്. ഇത് ശരിയാണ് അല്ലെ? ഏപ്രിൽ തീസിസ്, VI ലെനിൻ. ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടേർ അല്ല അല്ലെ? മോണ്ടസ്ക്യൂന്റെ ആണ്. ദെൻ ലോങ് മാർച്ച്, മാവോ സേതൂങ്. അപ്പൊ ആൻസർ ആയിട്ട്, അതായത് തെറ്റായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? 4A ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയത്? നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ച് മുൻപത്തെ വീഡിയോസിലൊക്കെ, അതായത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അസോസിയേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു പോയ പല കാര്യങ്ങളും, അതായത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തതിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തതിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1953-ലാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് അല്ലെ? ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പോൾ ഏതൊക്കെ ഇതിൽ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻസ് 1, 3, 4 അതായത് ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ആണോ? അല്ല അല്ലെ? ഇനി അടുത്ത് നോക്കി, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ശരിയാണ്. നമ്മൾ മുൻപത്തെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ N2 കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ N2 ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇനി ഇത് രണ്ടും നോക്കുമ്പോൾ തന്നെ, അതായത് ആദ്യത്തെ തെറ്റുമാണ് രണ്ടാമത്തെ ശരിയുമാണ് എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതും സിയും ഡിയും എന്തായാലും പോകും. പിന്നെ എന്താണ്, രണ്ടാമത്തത് ഓൾറെഡി ശരിയായതുകൊണ്ട് രണ്ടും വരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻസ് ഓക്കെ. ബംഗ്വേല പ്രവാഹം, ഖുറാഷിവോ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ് പ്രവാഹം. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നോക്കി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും ഇത് ശരിയാണെന്ന് അറിയാം അല്ലെ? ഇതും കറക്റ്റ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ താഴെ പറയുന്നവയിൽ നമ്മൾ അത് വെച്ചിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, 1ഉം 4ഉം എന്തായാലും വരണം എന്ന് നമുക്കറിയാം അല്ലെ? 4 ഇല്ലാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് കളയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സി ആണ് അല്ലെ? 1ഉം 4ഉമാണ് കറക്റ്റ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിലാണ്, അതായത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഹരിക്കെയിൻ ആണ് കേട്ടോ. 10D ആണ്. ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? എല്ലാവർക്കും അറിയാം അല്ലെ? 11 സി ആണ്. അതായത് നാഷണൽ വാട്ടർവേ 3. രണ്ടാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ചത് ഏത് രാജ്യമാണെന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പോൾ ഇതിൽ ഭാഗമല്ലാത്ത പ്രസ്താവന, ഹരിത വിപ്ലവമായിട്ട് റിലേറ്റഡ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതാണെന്നറിയോ? ഡി ആണ് വരുന്നത്. അതായത് 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്, 4 ശരിയല്ല എന്നുള്ളതാണ്.
14ാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 14 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ്? 1, അതായത് 1-ാം സ്ഥാനം നെല്ലിനാണ്, 2-ാം സ്ഥാനം ഗോതമ്പിന്, 3-ാം സ്ഥാനം ചോളത്തിന് തന്നെയാണ്, 4-ാം സ്ഥാനം ഏതാണ്? പയർവർഗ്ഗങ്ങളാണ്. ഓക്കെ. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഒന്നാമത്തേത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. 15 ആൻസർ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം, ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 500, 1000 നോട്ടുകളുടെ നിരോധനമാണ് കാലഗണന ക്രമം അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നതെന്ന്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താണ്, മൂന്നാമത്തെയാണ് ലാസ്റ്റ് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്? ഡി ആണെന്നുള്ളത്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നോക്കി, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പാക്കി. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അടുത്തത്, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 18ന്റെ വരുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. അതുപോലെ മെഥനോൾ സമ്പദ്ഘടന എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി ബില്ല് ചെലവ് കുറയ്ക്കുക. ദെൻ മൂന്നാമത്തത് സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പിന്നെ 4A ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക. അടുത്ത ചോദ്യം, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 19 ഡി ആണ്. അതായത് പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്, എന്നാൽ 1ഉം 4ഉം ശരിയല്ല. 1ഉം 4ഉം ശരിയല്ല. അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്നുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബാക്കി 2എണ്ണം തെറ്റായതാണ്. അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ശരിയാണ് അല്ലെ? ഇനി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ദെൻ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ദെൻ 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണെന്നറിയോ? എ ആണ്. ഓക്കെ, 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, 1ഉം 3ഉം, അതായത് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാന്നുള്ളതും 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി എന്നുള്ളതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ബാക്കി 2എണ്ണം എന്താണ്? തെറ്റാണ്. ഓക്കെ. അടുത്തത്, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തോ ഡിസ്കസ് ചെയ്തപ്പോൾ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. 89 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് 1ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബാക്കി 2എണ്ണം തെറ്റാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? നോക്കാം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അടുത്തത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. അടുത്തത്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 22 ബി ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ സി ആണ്, 24 സി, അതായത് മൻസുഖ് മാണ്ഡവ്യ ആണ് ഉത്തരം.
നെക്സ്റ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ, പിന്നെ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ബി, അതായത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ ഇത് വ്യക്തമായിട്ട് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ എന്താണ് ആൻസർ എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ് 26ന്റെ ആൻസർ ഡി, അതായത് 1 ശരി, അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് എന്നുള്ളതാണ് കേട്ടോ വരുന്നത്. അടുത്ത ചോദ്യം, സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? 27, അതായത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് എന്ത്, ഈ പറഞ്ഞ സ്നേഹ സാന്ത്വനം പദ്ധതി. അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3ഉം ശരി, അതായത് ഇത് 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 4ാമത്തത് അല്ല. അപ്പൊ നമ്മൾ ആക്ടുകൾ, ഇമ്പോർട്ടന്റ് ആക്ട്സ് പഠിക്കേണ്ട കൂട്ടത്തിൽ നമ്മൾ പറയുന്നു അല്ലെ, പോക്സോ ആക്ട് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്നുള്ളത്. അടുത്തത്, വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണിത്. പിന്നെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്തത്, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണിത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ. അടുത്തത്, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ശ്രീ എം ഷാജറാണ്, അതായത് എ ആണ് ആൻസർ. അടുത്തത്, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തേതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണെന്നറിയോ? ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ്. ഓക്കെ, 32 സി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കി, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്തത്, അതായത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. ഓക്കെ, നെക്സ്റ്റ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പിന്നെ പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ആണോ? അല്ല. ഇനി മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു. ഇത് ശരിയാണ്. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഓക്കെ. അടുത്തത്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ. ഓക്കെ. അടുത്തത്, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്തത്, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? രക്തം. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? കരൾ. ഓക്കെ. നെക്സ്റ്റ്, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അത് അക്രോമെഗലി. നെക്സ്റ്റ്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈൻ. നെക്സ്റ്റ്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. അടുത്തത്, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ്, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എന്തായിരിക്കും? അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകാം അല്ലെ. 42ന്റെ ആൻസർ സി ആണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. നെക്സ്റ്റ്, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. അപ്പോൾ ഇതിന്റെ ആ ഫോമിലേക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻസർ എ ആണ്, 44 എ ആണ്. അടുത്തത്, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23. അടുത്തത്, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ആദിത്യ L1. നെക്സ്റ്റ്, രാജദ്രാവകം അക്വാറീജിയ എന്നാൽ എന്താണ്? 47ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് എ, നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 റേഷ്യോ കേട്ടോ. അടുത്തത്, ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? സാഞ്ചി. അടുത്തത്, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? സോഡിയം അമാൽഗം. അടുത്തത്, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത്? സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡ് അല്ല, സിങ്ക് സൾഫൈഡ് ആണ് കേട്ടോ. ഏതാണ്? സിങ്ക് സൾഫൈഡ്, സിങ്ക് ബ്ലെൻഡ്. ഓക്കെ. നെക്സ്റ്റ്, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. ക്വാണ്ടം ഡോട്ട്സ് ആണ്.
നെക്സ്റ്റ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. നെക്സ്റ്റ് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഏതാണ്? സർക്കസ്. നെക്സ്റ്റ് തിക്കൊടിയൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കുഞ്ഞനന്ദൻ നായർ. നെക്സ്റ്റ് പാലിലെ വെണ്ണപ്പോൾ ബൈത്താക്കി ചൊല്ലുന്നേ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? ഇത് മുഹിദ്ദീൻ മാലയിലെ വരികളാണ് കേട്ടോ. നെക്സ്റ്റ് ജ്ഞാനപീഠം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ കൃതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതാണ്? ഒരു ദേശത്തിന്റെ കഥയാണ് കേട്ടോ. നെക്സ്റ്റ് 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരമാരാണ് ആർ പ്രജ്ഞാനന്ദ. ഇനി മൻസൂർ ക്രോക്സ് ബയോബ്ലെറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? മൻസൂർ ക്രോക്സ് ബയോബ്ലെറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? അത് കേരള വനഗവേഷണ കേന്ദ്രം. നെക്സ്റ്റ് ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയതാണ് പൂരിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ മെഗാബൈറ്റിനും ടെറാബൈറ്റിനും ഇടയിൽ ഏതാ വരിക? ജിഗാബൈറ്റ് അല്ലെ. ഗിഗ അല്ല, ആക്ച്വലി ജിഗാബൈറ്റ് ആണത്. ഓക്കെ, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയുമാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കി, എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ബി ആണ് കേട്ടോ. അതായത് 1, 3, 4 ഇവയാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഏതാണ്? ഒരു ലാൻ, വാൻ, മാനൊക്കെ ഉള്ളതാണ്, ക്യാൻ ആണ് ഇല്ലാത്തത്. ഓക്കെ, ദെൻ താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നറിയാം, പിന്നെ എന്താണ്? ഫേസ്ബുക്ക്, വാട്സപ്പ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ടെലിഗ്രാം അല്ലെ. നെക്സ്റ്റ് ഡീപ് ഫേക്ക് എന്നാൽ എന്താണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ്? ആരാണ് നിയമിക്കുന്നത്? സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, നിസ്വാർത്ഥ സേവനങ്ങൾ, ഗതാഗതം, വാർത്താ വിതരണം, ഇൻഷുറൻസ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നിസ്വാർത്ഥ സേവനങ്ങൾ. നെക്സ്റ്റ് ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? സി ആണ് കേട്ടോ. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അതായത് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം, ഇതെല്ലാം അതിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2012. നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖ ശർമ്മ. അപ്പോൾ 71ാമത്തേൻ്റെ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകാം നമുക്ക്. 71ന്റെ ബി ആണ്, 72 എ ആണ്, 73 ഡി ആണ്, 74 എ, 75 സി, 76 സി, 77 ബി, 78 ഡി, 79 എ, 80 ബി, 80 ബി ആണ്. ഓക്കെ, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് എന്നതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ. ഓക്കെ, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ റൂൾസ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് വരുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഷാൽ ബി എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം നോക്കി, ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച്. ഹി സേസ് ഐ എം അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോൾ നമുക്കറിയാലേ സേസ് വന്നാൽ എന്താണ്, നമ്മളത് മാറ്റില്ല അല്ലെ, സേസ് തന്നെയായിരിക്കും. പിന്നെന്താണ്, ആ ടെൻസും മാറില്ല. അപ്പോൾ ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. അപ്പോൾ എന്താണ് വരിക? ഇഫ് ഐ ഹാഡ് വരുമ്പോൾ ഒരു റൂൾ ഉണ്ട് അല്ലെ, ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. നെക്സ്റ്റ് ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. എന്താണ് ആൻസർ ആയിട്ട് വരിക? ടു ദി ചൈൽഡ്. നെക്സ്റ്റ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ വരിക? പ്രൊപ്രൈറ്റി. ഓക്കെ, ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്, ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ് ദ ഡാഷ് ഓഫ് വൂൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. എന്താ വരിക? പാക്ക് ഓഫ് വൂൾസ് അല്ലെ. ദെൻ ഐഡന്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെന്റ്. അമെൻമെന്റിന്റെ ഏതാ വരിക? മോഡിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ അനോണിം ഫോർ ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം കുറവാണെന്ന്. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ആന്റോണിമ? സർപ്ലസ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് അനപഥ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? കവയിത്രി. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ഓക്കെ, ഏതാണ് വരുന്നത്? പുരുഷന്മാർ. നെക്സ്റ്റ് ശ്ലോകത്തിൽ കഴിക്കുക എല്ലാവർക്കും അറിയാം, ചുരുക്കി പറയുക എന്നതാണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുക. എന്താണത്? ആൻസർ ആയിട്ട് വരിക പിഞ്ഞാണത്തിന്റെ വർണ്ണം.
പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അണയ്ക്കുക അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ചിത് പ്ലസ് മുദ്ര. 99ാമത്തത് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഏതാണ്? വിശ്വസ്തൻ. അപ്പൊ നമുക്ക്